നമസ്കാരം. ഈ വീഡിയോയിലെ ടോപ്പിക് അക്കൂസ്റ്റിക് ഫോം ആണ്. നമ്മുടെ റെക്കോർഡിംഗ് എൻവയോൺമെന്റിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് സൗണ്ടിനെ അബ്സോർബ് ചെയ്ത് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ സൊല്യൂഷൻ ആയിട്ടാണ് അക്കൂസ്റ്റിക് ഫോം യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ, പിന്നെ ചില തെറ്റിദ്ധാരണകൾ, പിന്നെ ഇതിന്റെ മാനുഫാക്ചേഴ്സ് ചെയ്യുന്ന ചില മാർക്കറ്റിംഗ് ട്രിക്സ്, അതിൽ വീണ് പോകാണ്ടിരിക്കാനുള്ള കുറച്ച് ഇൻഫർമേഷൻ. ആദ്യം തന്നെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. ഇതൊരു പോറസ് അബ്സോർബർ ഓപ്പൺ സെൽഡ് ഫോം എന്നാണ് ഇതിന് പറയാം. കട്ടിയുള്ള ഫോം അല്ല, അത് ക്ലോസ്ഡ് സെൽ ഫോം ആണ്. അത് സൗണ്ട് അബ്സോർപ്ഷൻ ഉപയോഗിക്കില്ല. സൗണ്ടിനെ ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ അനുവദിക്കും. മൈക്രോസ്കോപ്പിക് ഹോൾസ് അല്ലെങ്കിൽ സെൽസ് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. സൗണ്ട് ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പാത്ത് കവർ ചെയ്യേണ്ടിയിരിക്കുന്നത് പുറത്തോട്ട് വരാനായിട്ട്. അപ്പോൾ അകത്തുണ്ടാകുന്ന ഫ്രിക്ഷൻ വഴി ഹീറ്റ് ഉണ്ടാവുകയും അങ്ങനെ ആ എനർജി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് സൗണ്ടിന്റെ. അത് പുറകിലുള്ള റിഫ്ലക്റ്റീവ് സർഫസ് ആയ വാൾസിൽ ഇടിച്ച് തിരിച്ചു വരാതെ ഇരിക്കാൻ ഇത് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. ഇത് വാങ്ങിക്കാൻ പോകുമ്പോഴുള്ള ആദ്യത്തെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മിത്ത്, ഈ ഷേപ്പ് എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ സ്കാം. തിക്ക് ബ്ലോക്ക് ഓഫ് ഫോം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കട്ടിങ്സ് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ഫോമിന്റെ മെറ്റീരിയലിന്റെ എമൗണ്ട് കൂടുതലായിരുന്നേ. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ വെബ്സൈറ്റിൽ പറയും ഈ ഷേപ്പ് ഇല്ലെങ്കിൽ അബ്സോർപ്ഷൻ നടക്കില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഞാൻ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. ഈ ഷേപ്പിന് അബ്സോർപ്ഷനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇത് വെറുതെ അവര് പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത്രയും ഫോം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം കൊണ്ട് അവർക്ക് വേറെ ഉണ്ടാക്കാമല്ലോ. ഇങ്ങനത്തെ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വാങ്ങിച്ചോ. ഒരു 2 ഇഞ്ച് തിക്ക് ബ്ലോക്ക് ഓഫ് ഫോമിന്റെ കമ്പാരിറ്റീവ്ലി 2 ഇഞ്ച് ഷേപ്പ് ഉള്ള ഫോമിന് അബ്സോർപ്ഷന്റെ എഫക്റ്റ് കുറവേ ആയിരിക്കുള്ളൂ. ഇതിന് അവര് കൊടുക്കുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സർഫസ് ഏരിയ ആണ്, അപ്പോൾ മോർ അബ്സോർപ്ഷൻ നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കി നോക്കി, ഇത് ഈ 2 ഇഞ്ച് ഫോം എന്ന് പറഞ്ഞ വിറ്റ സാധനത്തിന് ഇവിടെ കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് പോലും ഇല്ല. ഇതുണ്ടോ, ഈ ഗ്യാപ്പിൽ കൂടെ വന്ന് ഇടിക്കുന്ന സൗണ്ട് വേവ്സ് ആകെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഒരു 1/2 ഇഞ്ച് ഫോമിലാണ്. അതുകൊണ്ട് ഒരു എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന്റെ മേജർ സർഫസ് ഏരിയയിലുള്ള അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. ഇത് എസ്തെറ്റിക്സിന് വേണ്ടിയാണ്. ഒട്ടിച്ചേക്കുന്ന കാണുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇരിക്കുമ്പോൾ എന്തോ ഒരു ഡള്ളായിട്ട് തോന്നും. നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇതിന്റെ അബ്സോർപ്ഷൻ പെർഫോമൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിന്റെ കാരണമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത് അതിന്റെ തിക്നെസ്സിനെയാണ്. നിങ്ങൾ പല മാനുഫാക്ചറിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഡെൻസിറ്റി അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. ഇതിനേക്കാൾ എല്ലാത്തിലും കൂടുതൽ അതിന് ഇമ്പാക്ട് ചെയ്യുന്നത് തിക്നെസ് ആണ്. ഈ 2 ഇഞ്ച് ഫോമിന് അത് എത്ര നല്ല മാനുഫാക്ചറിന്റെ എത്ര സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് മാനുഫാക്ചർ ചെയ്താലും 2 ഇഞ്ച് ഫോമിന് മാക്സിമം ഒരു പെർഫോമൻസ് ഉണ്ട്. NRC റേറ്റിംഗിലാണ് അത് കാണിക്കുക. അവർ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതൊരു ഗ്രാഫായിട്ടാണ് കാണിക്കുക. സൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസീസ് ആണ്. എല്ലാ ഫ്രീക്വൻസീസിലും ഇത് ഒരുപോലെ അബ്സോർബ് ചെയ്യില്ല. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിമുലേറ്റർ ഞാനിവിടെ കാണിച്ചു തരാം. എൻ്റെ റിസർച്ച് ഇത് റിലയബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഹൈ ഫ്രീക്വൻസി ആണ് ഇങ്ങനത്തെ ഫോംസ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഒരു 1 കിലോ ഹെർട്സിന് മേലെ, 1 കിലോ ഹെർട്സിന് താഴെ, പ്രത്യേകിച്ച് 500 ഹെർട്സിന് താഴെയൊക്കെ ഇങ്ങനത്തെ 2 ഇഞ്ച് ഫോമിന് ഉള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു മാക്സിമം ഉണ്ട്. അത് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഇതിൻ്റെ തിക്നെസ് എത്ര കൂടുന്നു അത്രയും ഇതിൻ്റെ പെർഫോമൻസ് കൂടും. 4 ഇഞ്ചിൻ്റെ ഫോമാണോ അത് എങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ 2 ഇഞ്ചിൻ്റെ ഫോമിനേക്കാളും ബെറ്റർ പെർഫോമൻസ് തരും. ഫിസിക്സ് വൈസ് അത് അങ്ങനെ നടക്കുകയുള്ളൂ. ഈ വേവ് അബ്സോർബ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഹൈ ഫ്രീക്വൻസി വേവ്സിന് വേവ് ലെങ്ത് കുറവായിരിക്കും. ഈ 2 ഇഞ്ചിനേക്കാളൊക്കെ കുറവുള്ള വേവ് ലെങ്ത് ഉള്ള വേവ്സ് ആണെങ്കിൽ ഇത് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യും. 2 ഇഞ്ച് ഫോമിന് ലോ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവില്ല. തിക്നെസ് കൂടുന്തോറും ലോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിനെ അബ്സോർബ് ചെയ്യാനുള്ള ഇതിൻ്റെ കഴിവ് കൂടും. മിനിമം ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് ഫോമെങ്കിലും വേണം. അപ്പോൾ ഏതെങ്കിലും മാനുഫാക്ചറർ അവരുടെ വെബ്സൈറ്റിൽ പറയുകയാണ് ഇല്ല ഞങ്ങളുടെ ഈ ഷേപ്പിന് ഭയങ്കര അബ്സോർപ്ഷൻ കൂടുതലാണ്, വെറുതെ. രണ്ടാമത്തെ ഏറ്റവും വലിയ സ്കാം ഇവർ നടത്തുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. ബേസ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം വിൽക്കുന്നത്. ഇതൊരിക്കലും ഒരു ബേസ് ട്രാപ്പ് അല്ല, ഇതൊരു പറ്റിക്കൽ ട്രാപ്പാണ്. ബേസ് ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫ്രീക്വൻസീസിനെ ട്രാപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡിവൈസ് ആയിരിക്കണം. ഇത് ഒരു ബ്രോഡ്ബാൻഡ് അബ്സോർബർ ആണ്. നേരത്തെ കണ്ട അതേ ഫോമിന്റെ തന്നെ ഇത്തിരി തിക്നെസ് കൂടിയ 6 ഇഞ്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഭാഗത്ത് മാത്രം ഒരു 6 ഇഞ്ച് തിക്നെസ് ഉള്ള അതേപോലെ തന്നെ ഒരു ഫോമാണ്. ബേസ് ഫ്രീക്വൻസിന് ട്രാപ്പ് ഒന്നും ചെയ്യില്ല. 2 ഇഞ്ച് ഫോമിനേക്കാൾ കുറച്ചും കൂടി ലോ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. കാരണം ഇതിന് തിക്നെസ് ഉണ്ട് 6 ഇഞ്ച്, പക്ഷെ അത് എവിടെ മാത്രമാണ്? ഇവിടെ മാത്രം. ഇത് സൈഡിലോട്ട് വരുമ്പോൾ ആ തിക്നെസ് കുറഞ്ഞ് ഇവിടെ ഏകദേശം ഇവിടെ തിക്നെസ്സേ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിടിക്കുന്ന സൗണ്ട് വേവ് ആകെ ഇത്രേ ഭാഗം അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വന്നിടിക്കുന്നത് മാത്രമാണ് ഇത്രയും അബ്സോർബ് ചെയ്യുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഭാഗത്തിന് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവും ലോ ഫ്രീക്വൻസിയിൽ. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ ബ്ലോക്ക് മേടിച്ചുകൊണ്ട് എത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാനാവും? ഞാനിപ്പോൾ ഇത് മേടിച്ച് വെച്ചാൽ 1, 2, 3,
4, 5 ഇതൊക്കെ കോർണറിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഇത്ര ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ഫോമിൻ്റെ അത്രയൊന്നും ഏരിയ കവർ ചെയ്യാൻ ഇതുകൊണ്ട് പറ്റില്ല. ഇതിന് വില കൂടുതലാണ്, അതാണ് പ്രശ്നം. ഇത് ബേസ് ട്രാപ്പാണെന്ന് പറഞ്ഞാൽ ഒരു വില കൂട്ടിയാണ് വെക്കുന്നത്. പിന്നെ ഈ സാധനം ഇങ്ങനെ ഗ്രൂ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്ങാണ്ട് ഡിഫ്യൂഷൻ ചെയ്യാനുള്ള എന്തോ സാധനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും ചെയ്യുന്നില്ല ആക്ച്വലി. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആ ഷേപ്പിന് വേണ്ടിയിട്ട് അത്രയും ഫോം റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാണ്. ഈ ഷേപ്പില്ലാതെ ഇത്രയും കൂടി ഫോം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഇച്ചിരി കൂടി അബ്സോർപ്ഷൻ കൂടുതലുണ്ടായിരുന്നു. അന്ന് അറ്റ്ലീസ്റ്റ് ഇതൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിരുന്നെങ്കിൽ, ഇവിടെയും കൂടി ഇത്രയും ഫോം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു കോർണർ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനത്തെ ഒരു കോർണറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കോർണർ ട്രാപ്പ് എന്ന് പറയുന്നത് അത് വേറൊരു ട്രാപ്പാണ്. ഇതിന്റെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർണറിൽ സൗണ്ട് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ സൗണ്ടിന്റെ പ്രഷർ കൂടുതലായിരിക്കും. പക്ഷേ ഇതൊരു പ്രഷർ അബ്സോർബർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ടെക്നിക്കാലിറ്റിയിൽ ഇതിനെ വെലോസിറ്റി അബ്സോർബർ എന്നാണ് പറയുന്നത്. പ്രഷർ അബ്സോർബർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ഫൈൻ ട്യൂണിങ് വേണ്ട, ഭയങ്കര പ്രൈസും ഉള്ള മെംബ്രെയിൻ ട്രാപ്പ്, ഹെൽംഹോൾട്ട്സ് റെസനേറ്റർ അങ്ങനെ എന്തൊക്കെ ഒരു സാധനമാണ്. ഇതൊന്നും നമ്മൾ സാധാരണക്കാർക്ക് ഒരു ഹോം സ്റ്റുഡിയോയിൽ വാങ്ങിച്ചു വെക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റിനുള്ള സാധനമല്ല. അതിൻ്റെ ഒരു ചീപ്പ് ചൈനീസ് മോഡൽ പോലെ ഉണ്ടാക്കിയിട്ട് ഇത് കോർണറിൽ വെച്ചാൽ അതെല്ലാം അബ്സോർബ് ചെയ്യും എന്ന് പറയുന്നത് വെറും പറ്റിക്കൽ മാത്രമാണ്. അതിനും ഭേദം നിങ്ങളൊരു 4 ഇഞ്ചിൻ്റെ ഫോമിൻ്റെ ഷീറ്റ് കിട്ടുകയാണെങ്കിൽ അത് മേടിക്കുക. കൂടുതൽ ഏരിയ കവറേജ് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. നാങ്കാരോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, അത് ഓറൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ, അവിടെ മാത്രമാണ് ആകെ ഒരു 4 ഇഞ്ചിൻ്റെ ഫോമിൻ്റെ ഷീറ്റ് ഞാൻ ആകെ കണ്ടിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു വലിയ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം കൊണ്ട് സൗണ്ട് പ്രൂഫിംഗ് ചെയ്യാം എന്ന് ചില വെബ്സൈറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ മാനുഫാക്ചേഴ്സിൻ്റെ വെബ്സൈറ്റ്. സൗണ്ട് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ബ്ലോക്കിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് പ്രൂഫിംഗിൽ ഒരിക്കലും സൗണ്ടിനെ കടത്തിവിടുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റില്ല. സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസിന്റെ പെർഫോമൻസ് അളക്കുന്നത് STC റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ്. STC റേറ്റിംഗ് 60 എങ്കിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് സൗണ്ട് ബ്ലോക്കിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല കോൺക്രീറ്റോ നല്ല തിക്കായിട്ടുള്ള മരമോ സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള തിക്കായിട്ടുള്ള മെറ്റീരിയൽ വേണം. അത് സൗണ്ടിനെ ബ്ലോക്ക് ചെയ്യണം. ഈ സംഭവം സൗണ്ടിനെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് കടത്തിവിടും. അപ്പോൾ ഇതൊരിക്കലും ഇത് സൗണ്ട് പ്രൂഫിങ്ങിനായിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. 30 ഒക്കെയാണ് ഇതിൻ്റെ ആകെയുള്ള STC റേറ്റിംഗ് ആവറേജ് ഫോമിന് ഞാൻ കണ്ടിട്ടുള്ളത്. 30-60 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പോണൻഷ്യലി ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. STC 30 ഉള്ള ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ സൗണ്ട് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരാൾ സ്വകാര്യം പറഞ്ഞാൽ വരെ ഇപ്പുറത്ത് കേൾക്കും. അപ്പോൾ സൗണ്ട് പ്രൂഫിംഗ് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമേ അല്ല. സൗണ്ടിനെ കടത്തി വിടാതിരിക്കുകയാണെങ്കിൽ 10-12 ഇഞ്ച് തിക്നെസ് എങ്കിലും വേണം. എന്നാലാണ് എല്ലാ ഫ്രീക്വൻസി ഓഫ് സൗണ്ടും അത് ബ്ലോക്ക് ചെയ്യുള്ളൂ. ലോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിന് വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ഈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 19 ഇഞ്ചൊക്കെ ഉണ്ടാവും. ഇത്രയെങ്കിലും തിക്നെസ് ഇല്ലാത്ത ഒരു മെറ്റീരിയൽ കൊണ്ട് അങ്ങനത്തെ സൗണ്ടിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറവേ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഈ 2 ഇഞ്ചിൻ്റെ സൗണ്ടിനെ കടത്തി വിടുന്ന ഈ സാധനത്തിൻ്റെ പേരിൽ സൗണ്ട് പ്രൂഫിംഗ് എന്ന് പറഞ്ഞ് വെറുതെ അപരാധമാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞിരുന്നു ഈ മാനുഫാക്ചറേഴ്സ് എങ്ങനെയൊക്കെ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്ലോട്ടപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഇതിൻ്റെ തിക്നെസ് ആണ്. 4 ഇഞ്ച് തിക്നെസ് ഉള്ള ഫോമാണോ അത് എന്ത് തന്നെ ഡെൻസിറ്റി ആയിക്കോട്ടെ 2 ഇഞ്ച് തിക്നെസ് ഉള്ള ഫോമിനേക്കാളും ബെറ്റർ ആയിരിക്കും. 6 ഇഞ്ചാണോ ഇത് 2-നേക്കാളും ബെറ്റർ ആയിരിക്കും. അത്രയും നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ള, നിങ്ങൾക്ക് നല്ലൊരു അബ്സോർപ്ഷൻ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ള ഫോം മേടിക്കാം. ഡെൻസിറ്റി കാര്യങ്ങളൊന്നും നിങ്ങൾ അധികം തല പുകയേണ്ട. ഇവർ പറയുന്ന NRC റേറ്റിംഗ്സും കാര്യങ്ങളൊന്നും അധികം തല പുകയേണ്ട. ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് 2 ഇഞ്ച് ഫോം മാത്രമേ മാർക്കറ്റിൽ എനിക്ക് വാങ്ങിക്കാൻ കിട്ടാനുള്ളൂ. ഞാനതിങ്ങനെ 2 സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇൻ എഫക്റ്റ് ഒരു 4 ഇഞ്ച് ആവാൻ വേണ്ടിയിട്ട്. ഒരു 4 ഇഞ്ച് തിക്ക് ബ്ലോക്ക് വാങ്ങിക്കുന്ന അത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഒരു 2 ഇഞ്ച് ഫോമിനേക്കാളും എന്തുകൊണ്ടും നല്ല ബെറ്റർ പെർഫോമൻസ് അത് തരും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാളിലോട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതിന് പകരം ഇതിൻ്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാനലായിട്ട് ഇപ്പോൾ ഒരു പട്ടിക അടിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇതും ബാക്കിലും ഓപ്പൺ ആയിട്ടും വെക്കുക. എന്നിട്ട് ഇത്രയും ഒരു എയർ ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് ആ പാനൽ നമ്മളൊരു വാളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്രയും അതിൻ്റെ അബ്സോർപ്ഷൻ കൂടും. കാരണം ആ വേവ് ലെങ്ത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ളൊരു ഡിസ്റ്റൻസ് നമ്മൾ ഈ അബ്സോർബറും ഈ വാളും തമ്മിൽ ഇടയിൽ വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് ഫോമിന് 2 ഇഞ്ച് എയർ ഗ്യാപ്പേ വെക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതുപോലെ തന്നെ 4 ഇഞ്ച് ഫോമിൻ്റെ പുറകിലൊരു 4 ഇഞ്ച് എയർ ഗ്യാപ്പ് വെക്കാം. അപ്പം മൊത്തത്തിൽ അതിൻ്റെ എഫക്റ്റ് 8 ഇഞ്ചിൻ്റെ എഫക്റ്റ് വരും. അതായിരിക്കും നിങ്ങൾക്ക് ഫോം വെച്ചിട്ട് കുറഞ്ഞ പൈസയിൽ പെർഫോമൻസ് കിട്ടണമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ 6 ഇഞ്ചും അതിൽ കൂടുതലൊക്കെ ആകുമ്പോഴാണ് ലോ ഫ്രീക്വൻസി ഇത് അബ്സോർബ് ചെയ്ത് തുടങ്ങുക. ഫോം ഞാൻ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഇങ്ങനത്തെ പോറസ് അബ്സോർബേഴ്സ്, അതായത് റോക്ക് വൂള് അല്ലെങ്കിൽ മിനറൽ വൂള് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഫൈബ്രസ് ആയതുകൊണ്ട് ശ്വാസതടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ അങ്ങനത്തെ ഒരു ഡേഞ്ചർ കണ്ടതുകൊണ്ടാണ്. ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഫോം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പോയിസണസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച് നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ അതിനൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മണം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇത് പുറത്ത് വെച്ചിട്ട് കാറ്റൊക്കെ കൊണ്ടുകഴിഞ്ഞ് ആ മണമൊക്കെ പോയതിനു
ചെയ്തതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കൊരു റെപ്യൂട്ടഡ് മാനുഫാക്ചറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റിലൊക്കെ വളരെ ചീപ്പായിട്ട് ഫോം കിട്ടും. ഞാൻ അങ്ങനത്തെ വാങ്ങിക്കാൻ ശ്രമിച്ചതാണ്, പിന്നെ വേണ്ടെന്ന് വെച്ചാണ്. കാരണം അതിനൊരു ഗ്യാരണ്ടി ഇല്ല. ഭയങ്കര കെമിക്കൽ പ്രോസസ്സ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ കെമിക്കൽ വരും, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ നാങ്കാരോ MMT എന്ന് പറയുന്ന 2 ബ്രാൻഡാണ് എനിക്ക് അറിയാവുന്നത്. ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത് അതിൻ്റെയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ 2 ബ്രാൻഡും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഒരു മണോ കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് പോയിസണസ് ഗ്യാസ് ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് MMTയിലാണെങ്കിൽ അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്ലെയിംസ് പുറത്തുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച്.